ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് സ്പെഷ്യൽ വീഡിയോ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ്. അതിൻ്റെ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് സ്റ്റോറി ഗൈസ്? എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിച്ച ഒരു ഭക്ഷണമാണ് നമ്മുടെ കൊത്തു പൊറോട്ട. അതുകൊണ്ട് തന്നെ അത് എൻ്റെ ഫേവറേറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ടയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചു. അതിനകത്തേക്ക് ഞാനൊരു 3 സവാള കൊത്തിയിരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളകും കീറി, കൂടെ ഒരു കുഞ്ഞ് പീസ് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടു. കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. കൂടെ നമ്മൾ വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിനുള്ളതും കൂടി ഒഴിക്കുക. ഇപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ലാസ്റ്റേക്കാണ് വെളിച്ചെണ്ണ വെച്ചത്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊറോട്ട കുഞ്ഞിതായിട്ട് മുറിച്ചത് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു 6 പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെ ആൾക്കാരനുസരിച്ച് എണ്ണം നമ്മൾ അരിഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 6 പൊറോട്ട എടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചിക്കൻ കൊത്തു പൊറോട്ടയാണ്. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇതിനകത്തേക്ക് ബീഫോ അല്ലെങ്കിൽ എഗ്ഗോ മാത്രമായിട്ട് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് ഗൈസ്, മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ, അതാണ് കേട്ടോ. അപ്പോൾ അതായിട്ട് ശ്രദ്ധിക്കരുത് ഗൈസ്. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റാണ്. മുകളിൽ നിന്നൊക്കെ മറ്റേ ഇലയൊക്കെ ഇങ്ങനെ അടിച്ച് നിലത്തേക്ക് വീഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ട നല്ല രീതിയിൽ അങ്ങ് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ ഞാൻ കുഞ്ഞു പീസായിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും കൊത്തുപൊറോട്ട കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഞാൻ 4-5 തവണ കൊത്തുപൊറോട്ടയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇക്കൊല്ലം തന്നെ 4-5 തവണ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തുകൂടെ നീ എന്താ വീഡിയോ ആയിട്ട് ചെയ്യാത്ത? വീഡിയോ ആയിട്ട് ഇടുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഒക്കെ പറയും. അപ്പോൾ ഞാൻ വെച്ചു പിന്നത്തേക്ക് ചെയ്യാമെന്ന് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ കൊത്തുപൊറോട്ട ഉണ്ടാക്കിയാലോ. പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പൊറോട്ട ആയിട്ട് കഴിക്കാറില്ല, കൊത്തുപൊറോട്ട ആയിട്ട് എപ്പോഴും കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോഴാണ് എന്നോട് അമ്മ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇത് വീണ്ടും പറയാൻ കാരണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ കൊത്തു പൊറോട്ട അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് സെർവ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നത് നമ്മുടെ മൺചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയിൽ കഴിക്കുന്ന ഒരു ഫീൽ ഗൈസ് വേറെ ലെവലാണ്, വേറെ ലീഗാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ മൺചട്ടിയിൽ സെർവ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളട്ടോ. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ നിങ്ങളുടെ സജഷൻസ് കൂടി കമൻറ്റ് ചെയ്തോളട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.